കണ്ണൂരിലെ കലയും നിക്ഷേപ സാധ്യതകളും പ്രവാസികൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്ന 2 ദിവസത്തെ കണ്ണൂർ എക്സ്പോയ്ക്ക് നാളെ ദുബായിൽ തുടക്കമാകും. വിവിധ മേഖലകളിൽ നിന്നുള്ള പ്രമുഖർ മേളയിൽ അതിഥികളായി എത്തും. 2 വേദികളിലായി നടക്കുന്ന മേളയ്ക്കുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംഘാടകർ അറിയിച്ചു. ബിസിനസ് കോൺക്ലേവും പ്രദർശനമേളയുമായി ശനി ഞായർ ദിവസങ്ങളിലാണ് UAE കണ്ണൂർ പ്രവാസി അസോസിയേഷൻ വെയ്ക്കൊരുക്കുന്ന മേള. ശനിയാഴ്ച രാവിലെ 9:30 ദുബായ് പുൾമാൻ ഹോട്ടലിൽ ബിസിനസ് കോൺക്ലേവ് ആരംഭിക്കും. മാതൃഭൂമി മാനേജിംഗ് ഡയറക്ടർ MV ശ്രേയംസ് കുമാർ, രാജ്യസഭാംഗങ്ങളായ സന്തോഷ് കുമാർ, V ശിവദാസൻ, അഡ്വക്കേറ്റ് ഹാരിസ് ബീരാൻ, കണ്ണൂർ കോർപ്പറേഷൻ മേയർ മുസ്ലിഫ് മഠത്തിൽ, മാധ്യമപ്രവർത്തകൻ ജോണി ലൂക്കോസ്, സംരംഭക ഷീല കൊച്ചൌസൈബ് തുടങ്ങിയവർ പങ്കെടുക്കും. ദുബായ് കിസൈസിലെ ക്രസന്റ് സ്കൂളാണ് മേളയുടെ 2ാമത്തെ വേദി. എക്കണോമിക് ഫോറത്തിന്റെ കീഴിൽ ഏകദേശം 12ഓളം കമ്പനികൾ കഴിഞ്ഞ ഒരു 4 വർഷത്തിനുള്ളിൽ നമ്മൾ കണ്ണൂരിൽ രൂപീകൃതമായിട്ടുണ്ട്. ആ കൂടുതൽ സംരംഭങ്ങൾ നമ്മൾ കണ്ണൂരിലേക്ക് കൊണ്ടുവരിക എന്നൊരു കോൺസെപ്റ്റോടുകൂടി തന്നെ നമ്മൾ ദുബായിൽ ഈ 19-20 തീയതികളിൽ നമ്മൾ ഈ പരിപാടി നടത്തുന്നത്. 30ഓളം സ്റ്റാളുകൾ, ഡിഫറെൻറ്റ് ടൈപ്പ് സ്റ്റാളുകൾ ഞങ്ങൾ ക്രമീകരിച്ചിട്ടുണ്ട്. നല്ല കൾച്ചർ പ്രോഗ്രാം ക്രമീകരിച്ചിട്ടുണ്ട്. കണ്ണൂരിൽ കിട്ടുന്ന എല്ലാ നിലയിലുള്ള ഫുഡ് കോർട്ടും ഞങ്ങൾ ക്രമീകരിച്ചിട്ടുണ്ട്. ശനിയാഴ്ച വൈകിട്ട് ക്രസന്റ് സ്കൂളിൽ സംഗീത സാംസ്കാരിക പരിപാടികളും പ്രദർശനമേളയും തുടങ്ങും. ഞായറാഴ്ചയും ക്രസന്റ് സ്കൂളിലെ ആഘോഷങ്ങൾ തുടരും. 3000-ലധികം പേർ മേളയ്ക്കെത്തുമെന്ന് വെയ്ക്ക് ഭാരവാഹികൾ അറിയിച്ചു. മാതൃഭൂമി ന്യൂസ്, ദുബായ്.